സ്കൂളിലെ ആനുവൽ ഡേ റിഹേഴ്സലിൻ്റെ ആയിട്ട് അന്ന് രാവിലെ മുതൽ രാത്രി വരെ റിഹേഴ്സലായിരിക്കും. 6 o'clock ഞങ്ങൾ ക്ലാസ് വിടുകയുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് തന്ന് വിടണമെന്നൊക്കെ പറഞ്ഞു പിള്ളേർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്നാക്സിന് വേണ്ടിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അത് പീസാക്കിയിട്ട് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡ് ഒരു സ്പെഷ്യൽ രീതിയിൽ ടോസ്റ്റ് ചെയ്തു. ആദ്യം ബട്ടർ ഇട്ടിട്ട് പിന്നെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ഒറിഗാനോയും പിന്നെ ചില്ലി ഫ്ലെക്സും ഇട്ടിട്ട് പിന്നെ നമ്മൾ ചീസിൻ്റെ സ്ലൈസും കൂടി വെച്ചിട്ട് ഇതാക്കി. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഓംലേറ്റ് ഒന്ന് മടക്കി കൊടുത്തേച്ചും അതിൻ്റെ പുറത്തേക്ക് ബ്രെഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തു. ഇതാണ് കേട്ടോ ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്തത്. അത് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിള്ളേർക്കൊക്കെ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഹപ്പൂസിൻ്റെ റിഹേഴ്സലാട്ടോ. ഇത് മിസ് എനിക്ക് വീഡിയോ എടുത്തിട്ടാന്ന് കേട്ടോ. മിസ്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ഫൈഹാൻ്റെ മിസ് വിട്ടാന്നു, പാത്തൂസിൻ്റെ മിസ് വിട്ടാന്നു. ഹദിയയുടെ മിസ് ബിസി ആയിപ്പോയത് കാരണം ഹദിയയുടെ വീഡിയോ കിട്ടിയില്ല കേട്ടോ. പാത്തൂസ് അടിപൊളിയായിരുന്നു. പാത്തൂസിൻ്റെ ആ ഒരു ഡ്രസ്സും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. സ്കൂള് ഒരു 6:45 വിളിക്കാൻ ചെന്നപ്പോൾ സ്കൂള് നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സ്കൂൾ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. പിറ്റേ ദിവസം ആനുവൽ ഡേയുടെ അന്ന് ഈവനിങ് ഞാൻ കൊണ്ടു ചെന്ന് വിടാനായിട്ട് 3:45 സ്കൂളിലേക്ക് ചെന്നപ്പം ഓരോരോ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഓരോരുത്തരെ ഓരോ ക്ലാസ്സിലേക്ക് വിടണമായിരുന്നു. ഞാൻ ഓരോരുത്തരെ ഓരോ ക്ലാസ്സിലേക്ക് അലോട്ട് ചെയ്ത ഓരോരോ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കി. സ്കൂളൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ നമ്മളത് കണ്ടതാണ്. ഇനിയിപ്പം ഞാൻ ഇവിടെ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഒരു 6:45 എനിക്ക് വരാൻ പറ്റിയത്. ഞാൻ വന്നപ്പോഴത്തേനും ചീഫ് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. രമേശ് പിഷായുടെ ആയിരുന്നു ചീഫ് ഗസ്റ്റ്. സാറിൻ്റെ അടിപൊളി പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ ആ ഒരു ഈവൻറ്റ്. രമേശ് പിഷാരടിയുടെ ആ ഒരു വർത്താനം കേട്ടിരിക്കാൻ തന്നെ നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ. അദ്ദേഹം ഇന്നത്തെ ജനറേഷനെ പറ്റിയും ഓൾഡ് ജനറേഷനെ പറ്റി പറഞ്ഞതും മലയാളികളെയൊക്കെ പറ്റി പറഞ്ഞതൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ ഹദിയപ്പൂൻ്റെ ഡാൻസ്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസായിരുന്നു. അവഞ്ചേഴ്സ് ആയിരുന്നു ഡാൻസ്. അത് അടിപൊളിയായിട്ട് അവൾ ചെയ്തു കേട്ടോ. സ്കൂളിലെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഡാൻസ്, കരാട്ടെ, ഡ്രോയിങ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ചെസ്സ്. ഓരോ കുട്ടികൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്.
അതായത് ഫൈഹാപ്പൂൻ്റെയാണ്. ഹവായി ഡാൻസ് ആയിരുന്നു ഫൈഹാപ്പൂൻ്റെ. അത് നല്ല രസമായിരുന്നു, കളർഫുള്ളായിരുന്നു കേട്ടോ. ഇതാ പാത്തൂസിൻ്റെ ആണ്. കുട്ടികൾ പഠിക്കുന്നത് അൽ ഹിന്ദ് പബ്ലിക് സ്കൂളിലാണ്. അത് പറയാൻ മറന്നുപോയി, ആദ്യമേ പറയേണ്ടതായിരുന്നു. പേങ്ങാട്ടുശ്ശേരി ആലുവയിലെ അൽ ഹിന്ദ് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ കുട്ടികൾ. നല്ലൊരു സ്കൂളാണ്. വളരെ നല്ല ടീച്ചിങ്ങും എല്ലാം നല്ല ഇതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞ് പിള്ളേർ 3:30 കിട്ടി. പിന്നെ കുറച്ച് നേരം 2-3 പ്രോഗ്രാമും കൂടി കണ്ടേച്ചും ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങി വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ.